അഭിപ്രായ സ്വാതന്ത്ര്യവും തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുടെ ഉത്തരവാദിത്തവും തമ്മിലുള്ള നേർത്ത അതിർവരമ്പ്. അതാണ് സജി ചെറിയാന്റെ പഴയ പരാമർശം വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പണ്ട് സായുധ വിപ്ലവത്തിൽ വിശ്വസിച്ചിരുന്നു. ആയുധം കൊണ്ട് അധികാരം പിടിക്കണമെന്ന് ഇന്ന് പറയുന്ന മുരളി കണ്ണംപുള്ളി മുതൽ രൂപേഷ് വരെയുള്ളവരെ പിടിച്ചകത്തിടുന്നത് സജി ചെറിയാൻ കൂടി അംഗമായ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. അതുതന്നെയാണ് ഈ പ്രസംഗത്തിലെ പ്രയോഗമുയർത്തുന്ന പ്രശ്നവും. സജി ചെറിയാൻ അന്നു നടത്തിയ പ്രസംഗത്തിൽ എന്താണുള്ളത്? ഭരണഘടന സാമ്രാജ്യത്വ താൽപര്യങ്ങൾക്കനുസരിച്ച് എഴുതിയതാണ് എന്ന വാദം. സ്വാതന്ത്ര്യാനന്തരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചിരുന്ന കാലത്ത് രഹസ്യ യോഗങ്ങളിൽ പറഞ്ഞിരുന്ന അതേ കാര്യമാണിത്. അന്ന് പി കൃഷ്ണപിള്ളയും AKGയും EMSഉം MNഉം ഒക്കെ പറഞ്ഞിരുന്ന അതേ വാചകങ്ങളാണ് ഇന്ന് രൂപേഷ് മുതലുള്ളവർ പറയുന്നത്. അവരാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നതും. അതേ കാര്യം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മന്ത്രി പറഞ്ഞാലോ? രാജിവെച്ച് പോകണമെന്നാണ് അന്നും ഇന്നും ഭരണഘടനാ വിദഗ്ധർ ഒരേപോലെ ഒരേ സ്വരത്തിൽ പറയുന്നത്. കാരണം ഭരണഘടനയുടെ ബലം കൊണ്ട് മാത്രം 3/4 നൂറ്റാണ്ടായി പിടിച്ചു നിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. അതിലുള്ളത് കുന്തവും കുടച്ചക്രവുമാണെന്ന് പറയുന്നത് മന്ത്രിയാണെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ അത് വരില്ല. അത് സത്യപ്രതിജ്ഞാ ലംഘനമാകും. ഇതാണ് വിലയിരുത്തൽ. സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നു. മന്ത്രിക്ക് ഓർമ്മയുണ്ടോ ദാക്ഷായണി വേലായുധനെ? മന്ത്രിയുടെ പ്രസംഗം അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരാത്തതിന് ചില കാരണങ്ങൾ നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആ പ്രസംഗത്തിലുള്ള വസ്തുതാപരമായ തെറ്റുകളാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ബ്രിട്ടീഷുകാർ പറഞ്ഞത് പകർത്തി അവർക്ക് വേണ്ടി എഴുതിയ ഭരണഘടന എന്ന് മന്ത്രി തന്നെ പറയുമ്പോൾ ആരെയൊക്കെയാണ് അപമാനിച്ചത്? ഡോക്ടർ BR അംബേദ്കറെ മാത്രമല്ല, ഭരണഘടനാ അസംബ്ലിയിൽ ഉണ്ടായിരുന്ന ദാക്ഷായണി വേലായുധനും ആനി മസ്ക്രീനും ഉൾപ്പെടെയുള്ളവരെയാണ്. ഭരണഘടനാ അസംബ്ലിയിൽ നടത്തിയ ചർച്ചകളുടെ മിനിറ്റ്സ് ഇപ്പോഴും വായിക്കാൻ കിട്ടും. ഭരണഘടനയിൽ പറയുന്ന ഓരോ വാചകവും എത്ര കൂലങ്കഷമായ ചർച്ചയ്ക്കു ശേഷമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ഒരു സംശയവുമില്ലാതെ വ്യക്തമാക്കുന്നതാണ് ആ മിനിറ്റ്സ്. 389 പേർ ഉണ്ടായിരുന്നു ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ. അതിൽ 15 പേർ മാത്രമായിരുന്നു വനിതകൾ. ആ 15-ലുണ്ടായിരുന്ന 2 പേരാണ് ദാക്ഷായണി വേലായുധനും ആനി മസ്ക്രീനും. ഭരണഘടനയുടെ ക്രമം എങ്ങനെയായിരിക്കണമെന്ന് ജവഹർലാൽ നെഹ്റു ആമുഖ പ്രസംഗത്തിൽ വിവരിച്ചപ്പോൾ അവിടെ ആദ്യം എഴുന്നേറ്റ് നിന്ന് തുറന്നടിച്ചത് ദാക്ഷായണി വേലായുധനാണ്. ഭരണഘടനാ അസംബ്ലിയിലെ ആദ്യ ഇടപെടലായിരുന്നു അത്. സർക്കാരും ജനങ്ങളും തമ്മിലുള്ള ബന്ധം വിവരിക്കുന്ന ലോകത്തെ മറ്റ് ഭരണഘടനകൾ പോലെ ആകരുത് ഇന്ത്യൻ ഭരണഘടന. ഇതായിരുന്നു ദാക്ഷായണി വേലായുധന്റേതായി രേഖപ്പെടുത്തിയ ആദ്യ വരി. രണ്ടാമത്തേത് ഇങ്ങനെ: ഇന്ത്യയിലെ ഓരോ മത ജാതി വിഭാഗവും നേരിടുന്ന പ്രശ്നങ്ങളെ ഉൾക്കൊണ്ടുവേണം ഭരണഘടന തയ്യാറാക്കാൻ. എല്ലാവർക്കും ഒരേ നിയമവും നീതിയും എന്ന് വന്നാൽ ഇന്ത്യയിലെ കോടിക്കണക്കിന് പാവങ്ങൾക്ക് മോചനമുണ്ടാകില്ല. മതേതരമായ അഥവാ സെക്യുലറായ ഭരണഘടന എന്നതുകൊണ്ട് സോവിയറ്റ് യൂണിയന്റെ രീതിയിൽ എല്ലാവരെയും ഒരുപോലെ കാണരുത് എന്നും തുടർന്ന് ദാക്ഷായണി വേലായുധൻ പറഞ്ഞു. ഇന്ത്യയില് എല്ലാ മതവിഭാഗങ്ങളെയും സംരക്ഷിക്കാനുള്ള ചട്ടങ്ങൾ വേണം എന്ന് നിർദ്ദേശിച്ചതും ദാക്ഷായണി വേലായുധൻ തന്നെയാണ്. അതുകൊണ്ട് ബ്രിട്ടീഷുകാരല്ല, കൊച്ചി മുളവുകാട്ട് ജനിച്ച ദാക്ഷായണി വേലായുധൻ എന്ന അന്ന് 34 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന യുവതിയാണ് സെക്യുലറിസം എന്ന ചർച്ചയ്ക്ക് ഭരണഘടനാ അസംബ്ലിയിൽ വഴിമരുന്നിട്ടത്. അത് കുന്തവും കുടച്ചക്രവുമായിരുന്നില്ല. ബ്രിട്ടനിൽ പോയി പഠിച്ചു വന്ന ഡോക്ടർ BR അംബേദ്കറെയും ദാക്ഷായണി വേലായുധൻ തിരുത്തുന്നുണ്ട് ഭരണഘടനാ അസംബ്ലിയിൽ. സംവരണ സീറ്റിൽ മത്സരിക്കുന്നവർക്ക് അതത് വിഭാഗത്തിൽ നിന്നും നിശ്ചിത അനുപാതം വോട്ട് കിട്ടിയിരിക്കണമെന്നായിരുന്നു ഡോക്ടർ അംബേദ്കറും നാഗപ്പയും അവതരിപ്പിച്ച ചട്ടം. അത് കേട്ടവഴി എനിക്കിടപെടണം എന്ന് ചാടി എഴുന്നേൽക്കുകയായിരുന്നു ദാക്ഷായണി വേലായുധൻ. ഞാനൊരു പുലയ സ്ത്രീയാണ് എന്ന് പറഞ്ഞാണ് ആ മറുപടി ആരംഭിക്കുന്നതും. പുലയരും പറയരുമൊക്കെ സ്വന്തം ജാതി രേഖപ്പെടുത്തി വേറെ വോട്ട് ചെയ്താലല്ലേ നിങ്ങൾക്ക് നിശ്ചിത വോട്ട് കിട്ടിയോ എന്ന് വ്യക്തമാവുകയുള്ളൂ. അങ്ങനെ ചെയ്യിക്കുക എന്നാൽ അയിത്തം നടപ്പാക്കുക എന്നാണ് അർത്ഥം. വേറെ വരിയിൽ നിന്ന് പുലയരും മറ്റും വോട്ട് ചെയ്യേണ്ടി വരും. അത് ഇവിടുത്തെ സവർണരുടെ ആവശ്യമാണ്. അങ്ങനെ പുലയവരിൽ നിന്നും വോട്ട് ചെയ്യേണ്ട ഗതികേട് ഈ രാജ്യത്തെ പുലയർക്കില്ല, ചെറുമർക്കും ഊരാളികൾക്കും ഇല്ല എന്നാണ് ദാക്ഷായണി അംബേദ്കറുടെ മുഖത്ത് നോക്കി പറഞ്ഞത്.
അത് കേട്ട ഉടൻ തന്നെ അംബേദ്കർ എഴുന്നേൽക്കുകയും അങ്ങനെ ചിന്തിച്ചിരുന്നില്ല, അതൊരിക്കലും ചെയ്യേണ്ടതല്ല എന്ന് തിരുത്തുകയും ചെയ്തു. അങ്ങനെയാണ് സംവരണ സീറ്റിൽ പട്ടിക വിഭാഗങ്ങളുടെ വോട്ട് പ്രത്യേകം രേഖപ്പെടുത്താനുള്ള ഒരു നീക്കം പിൻവലിച്ചത്. പുലയരും പറയരും നമ്പൂതിരിയുടെയും നായരുടെയും ഒപ്പം ഒരു വരിയിൽ നിന്നും വോട്ട് ചെയ്യുന്ന ജനാധിപത്യം കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരല്ല, ദാക്ഷായണി വേലായുധനാണ്. ഇതാണ് മന്ത്രി പറഞ്ഞതിലെ അടിസ്ഥാനപരമായ തെറ്റ്. ബ്രിട്ടനിൽ പോയി പഠിച്ചു എന്ന് കേൾക്കുമ്പോഴേ അംബേദ്കർ മുതൽ VK കൃഷ്ണമേനോൻ വരെയുള്ളവരും പിന്നീട് KR നാരായണൻ വരെയുള്ളവരും സാമ്രാജ്യത്വ കോളനിസ്റ്റ് വാദക്കാരാണ് എന്ന് പറയുന്ന പഴയ സിദ്ധാന്തത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് എന്തിനാണ്? മതഗ്രന്ഥങ്ങളെ അവഹേളിച്ചാൽ നീതി വ്യവസ്ഥ അനുസരിച്ച് നടപടി നേരിടണം. എന്നാൽ ഭരണഘടനയെക്കുറിച്ച് പറഞ്ഞാൽ ആരുടെ വിശ്വാസത്തിനാണ് കോട്ടം തട്ടുക? ഇതാണ് സ്വാഭാവികമായും ഉയരുന്ന ചോദ്യം. ഒരു ജാതി മതവിഭാഗത്തിനും ദോഷമില്ലല്ലോ എന്നാണ് ന്യായീകരണം. ഈ IS-ഉം താലിബാനും മുതൽ പോപ്പുലർ ഫ്രണ്ടിനെ വരെ ഇടതുപക്ഷം വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരിപ്പോഴും ആയുധത്തിലൂടെ അധികാരം നേടാം എന്ന് കരുതുന്നത് കൊണ്ടല്ലേ? അവരെപ്പോലെ തന്നെ RSSും ആയുധം കൊണ്ടുള്ള അധികാരത്തിൽ വിശ്വസിക്കുന്നു എന്നതിനാൽ അവരും എതിർക്കപ്പെടുന്നു. 1948 മുൻപ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അങ്ങനെ വിശ്വസിച്ചിരുന്നില്ലേ? ആ നയം മന്ത്രി എന്ന നിലയിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ആവർത്തിക്കാൻ കഴിയുമോ? ഇപ്പോൾ പറഞ്ഞ ഈ സംഘടനകളെല്ലാം മതപരമായ ധ്രുവീകരണത്തിന് ഇന്ത്യയിൽ ശ്രമിക്കുന്നു എന്നതുകൊണ്ടുകൂടിയാണ് ജനാധിപത്യ പാർട്ടികൾ അവരെ എതിർക്കുന്നത്. മതേതരത്വം ഉറപ്പു നൽകുന്ന ഒരു ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തുള്ളത് എന്നതുകൊണ്ടാണ് അത്തരം സംഘടനകളെ അംഗീകരിക്കാൻ കഴിയാത്തതും. ആ ഭരണഘടനയെ മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ഒരാൾ തള്ളിപ്പറഞ്ഞു എന്നാണ് കേസ്. ശരിക്കും ഭരണഘടനയെ മൊത്തമായി തള്ളിപ്പറയുകയായിരുന്നില്ല. അതിന്റെ മർമ്മമായ ജനാധിപത്യം, മതേതരത്വം എന്നിവയാണ് കുന്തത്തിനും കുടച്ചക്രത്തിനും ഒപ്പം ഉപമിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മന്ത്രി എന്തു ചെയ്യണം? പറഞ്ഞത് തെറ്റായി പോയി എന്ന് സമ്മതിച്ചാൽ തന്നെ മന്ത്രിസ്ഥാനത്ത് തുടരാൻ അനുവദിക്കേണ്ടതാണ്. അതിനുള്ള വിശാല വാതായനം ഉണ്ട് ഇന്ത്യൻ നീതി വ്യവസ്ഥയിൽ. തെറ്റുപറ്റുന്നവരെ തൂക്കിലേറ്റുകയല്ല വേണ്ടത്, തിരുത്തി തുടരാൻ അനുവദിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് മാത്രം പറഞ്ഞ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.